അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മരണം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. നമുക്കൊക്കെ ഈ ദുനിയാവിൽ പടച്ചറബ് തന്ന നല്ലൊരു ദിവസങ്ങൾ നല്ലത് ചിന്തിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ പ്രായം എന്തോ ആയിക്കോട്ടെ, നമ്മുടെയൊക്കെ ഹൃദയം എപ്പോൾ വേണമെങ്കിലും പണിമുടക്കാം. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ദുനിയാവിൽ നിന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അതൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളിവിടെ ഉപേക്ഷിച്ചു പോകണം. പണവും സമ്പാദ്യവും ദുനിയാവിൽ കെട്ടിപ്പിടിച്ച് നടക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോ. പണത്തിന് വേണ്ടി ആളുകൾ കൊലയും കളവും തുടങ്ങിയിരിക്കുന്നു. എല്ലാം ജീവിക്കാൻ വേണ്ടിയാണ്, ഈ ദുനിയാവിൽ ജീവിക്കാൻ. നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക. പാവപ്പെട്ടവനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം സ്ത്രീയെയാണ് നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞത്. ഒരു ജ്വല്ലറിയിൽ ചെന്ന് കളവ് നടത്താൻ ശ്രമിച്ചു. പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് മുഖത്തടിച്ചതിന് ശേഷമാണ് കളവ് നടത്താൻ ശ്രമിച്ചത്. അതും ഒരു മുസ്ലിം സ്ത്രീ. സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ കണ്ടതാണ്. കരഞ്ഞു മോങ്ങുകയാണ് ആ സ്ത്രീ. അവിടുന്ന് നല്ല തല്ലും കിട്ടിയിരിക്കുന്നു. നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ദാരിദ്ര്യം തന്നെയാണ്. അതിനൊക്കെ കാരണക്കാരാകുന്നത് ഇവിടെയുള്ള പ്രമാണിമാരും സമ്പന്നരുമാണ്. നാളെ നമ്മളൊക്കെ ചിലപ്പോൾ മറുപടി പറയേണ്ടി വരും. പണ്ടൊക്കെ 45 വയസ്സിന് ശേഷമുള്ളവർക്കാണ് ഹൃദയാഘാതം എന്നുള്ളത് കണ്ടുവരാറ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. പ്രായഭേദമെന്നില്ലാതെ ചെറിയ കുഞ്ഞു മക്കൾ പോലും ഹൃദയാഘാതം കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. നമ്മളൊക്കെ വാർത്തകൾ ഒരുപാട് കേൾക്കുന്നതാണ്. ഈ ഒരു മരണത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് വാക്സിനേഷൻ്റെ പ്രശ്നമാണെന്ന്, വാക്സിനേഷൻ സ്വീകരിച്ചത് കൊണ്ടാണെന്ന്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായമൊന്നും പറയുന്നില്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ അത് പറയാനുള്ള അർഹത ഇല്ല എന്ന് തോന്നുന്നു. പ്രശ്നമാകും. നിങ്ങൾ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം. അതിനുശേഷമാണ് നിരന്തരം ചെറുപ്പക്കാരും കുഞ്ഞുമക്കളും അറ്റാക്കായി മരണപ്പെട്ടു പോകുന്നത്. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. നമ്മളെയൊക്കെ ഇല്ലാതാക്കാനുള്ള വാക്സിനാണ് നമുക്കൊക്കെ തന്നിരിക്കുന്നത് എന്ന് ആളുകൾ പറയുന്നു. ഒരു രോഗം വരാൻ മുന്നേ രോഗത്തെ ചികിത്സിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കൊക്കെ അറിയാവുന്നതല്ലേ, ചിന്തിക്കാവുന്നതല്ലേ? അതന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന മരണ വാർത്തകളാണ്. ഒരുപാട് കുടുംബങ്ങളുടെ വേദനയിൽ എനിക്കും നിങ്ങൾക്കും പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാർത്ത വഴി നമുക്ക് ഒരുപാട് പേർക്ക് ദുആ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്കൊന്നും യാതൊരു പരിചയമില്ലാത്ത, നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന, നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന, നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ഏറെ ചിന്തിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാനുള്ളത്. ഇതും സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. നമ്മൾ അറിയാതെ നമ്മൾ മരണപ്പെട്ടു പോവുക. അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. മരിക്കുന്ന നേരത്ത് പടച്ചറബ് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരണം. അതിനുവേണ്ടി നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഖൽബിലെന്നും ഈമാൻ നിലനിൽക്കും. പടച്ചറബ് നമ്മളെയൊക്കെ കാക്കട്ടെ. 23-കാരനാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. ആ കുടുംബത്തിൻ്റെ വേദനയിലാണ് നമ്മളിപ്പോൾ പങ്കുചേരാൻ പോകുന്നത്. കുടുംബത്തെ സംരക്ഷിക്കാൻ, കുടുംബത്തിനെ നോക്കാൻ അങ്ങ് പ്രവാസ ലോകത്തേക്ക് പോയിട്ട് 3 മാസമേ ആയുള്ളൂ. ഈ 23-കാരൻ അങ്ങ് ബഹ്റൈനിലെ ആ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പാലക്കാട് വല്ലപ്പുഴ സ്വദേശിയായ സൈദലവി ഷഫീഖാണ് ബഹ്റൈനിലെ ആ കടയിൽ നിന്നും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. പടച്ചറബിൻ്റെ കലാകായിരുന്നു അത്. പടച്ചറബ് നമുക്കൊക്കെ നല്ലത് മാത്രമേ ചെയ്തു തരികയുള്ളൂ. ചിലപ്പോൾ ആ പൊന്നുമോന് ആ മരണം ഹയറായിരിക്കാം, അതായിരിക്കാം. അല്ലെങ്കിൽ ആ കുടുംബത്തിന് നല്ലതായിരിക്കാം. എന്തെന്നായാലും കാരുണ്യവാനായ റബ്ബ് നമുക്ക് നല്ലത് മാത്രമേ ചെയ്തു തരികയുള്ളൂ. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. 3 മാസമേ ആയുള്ളൂ. ബഹ്റൈനിലെ ആ കഫ്തേരിയയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആ പൊന്നുമോൻ. ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരിക്കില്ലേ പടച്ചറബ്ബേ? ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ.
പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസാനം ദുആ ചെയ്യേണ്ടതുണ്ട്. 5 വർഷമായി പ്രവാസ ലോകത്ത്, കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞിട്ട് അവസാനം കുടുംബത്തെ അറിയിക്കാതെ, നാട്ടുകാരെയും സുഹൃത്തുക്കളെയും അറിയിക്കാതെ ഒരു സർപ്രൈസായി നാട്ടിൽ വരാനിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി പെട്ടിയിലാക്കി രാവിലെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പെട്ടെന്ന് കിടന്നുറങ്ങിയ ആ ഒരു ചെറുപ്പക്കാരൻ രാവിലെ ഉണർന്നില്ല, മരണപ്പെട്ടുപോയി. കുടുംബക്കാരൊക്കെ ഞെട്ടിപ്പോയി. ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. പടച്ചറബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. അങ്ങനെ എത്രയെത്ര വേദനിപ്പിക്കുന്ന മരണങ്ങളുണ്ടായി. പടച്ചറബ്ബിൻ്റെ വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. നമുക്ക് കിട്ടുന്ന ചെറിയ സമയം, ഇവിടെ ഈ ഭൂമിയിൽ കിട്ടുന്ന ചെറിയൊരു സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നോക്കുക. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പടച്ചറബ്ബ് നമുക്കൊക്കെ മനസ്സ് നൽകുമാറാകട്ടെ. ആമീൻ. ഈ ഒരു മരണമാണ് നമ്മളെയൊക്കെ അതിശയിപ്പിച്ചത്. ഈ 2 സ്ത്രീകളുടെ മരണം. പഠനകാലത്തെ കൂട്ടുകാരികൾ, നല്ല സ്നേഹബന്ധമുള്ള സുഹൃത്തുക്കൾ, ഇവർ മരണത്തിലും വേർപിരിയാതെ ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ആ ഒരു വാർത്ത. സുഹൃത്ത് ബന്ധത്തിന് ഏറെ വിലമതിപ്പുണ്ട്. നമ്മുടെ ഉമ്മക്കോ ബാപ്പക്കോ നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ ആർക്കും അറിയാത്ത എല്ലാ രഹസ്യങ്ങളും പരസ്യമായിട്ടുണ്ടാവുക സുഹൃത്തുക്കളിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം, അവരൊന്നിച്ച് യാത്രയായിരിക്കുകയാണ്. ആ ഒരു മരണമാണ് നമ്മളൊന്ന് നോക്കേണ്ടത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് സംഭവം നടക്കുന്നത്. ഉറ്റ സുഹൃത്തുക്കളായ ഖദീജ കുട്ടിയും ശ്യാമളയും, കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആത്മ സുഹൃത്ത്. തൻ്റെ കൂട്ടുകാരി ശ്യാമള രോഗാവസ്ഥയിൽ ചികിത്സയിലായിരിക്കുകയാണ്. ചികിത്സയ്ക്ക് ഭീമമായ തുക വേണ്ടി വരും. ഇതറിഞ്ഞ ഖദീജ കുട്ടി ഏറെ പ്രയാസപ്പെട്ടു, ഏറെ വേദനിച്ചു. തൻ്റെ കൂട്ടുകാരി ശ്യാമളയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കായംകുളത്തെ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ശ്യാമള എന്ന യുവതിക്ക് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്നേഹതീരം സ്വരൂപിച്ച ചികിത്സാ സഹായവുമായി പോയതായിരുന്നു ഖദീജ കുട്ടി. രോഗാവസ്ഥയിലായ തൻ്റെ കൂട്ടുകാരിയെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള വെപ്രാളത്തിലായിരുന്നു ഖദീജ കുട്ടി അവിടെ ചെന്നത്. ആ ഖദീജ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയുമ്പോഴാണ് നമ്മുടെയൊക്കെ ഹൃദയം പടപട പിടക്കുന്നത്. നമ്മളൊക്കെ ഭയപ്പെടുത്തുന്ന മരണം. കൂട്ടുകാരിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ പോയതാ ഖദീജ. ആ ഖദീജ കുട്ടി കൂട്ടുകാരിയെ കണ്ട് പലതും സംസാരിച്ച് പൊട്ടിക്കരഞ്ഞ് ചികിത്സാ സഹായവും അവിടെ നൽകി പുറത്തേക്കിറങ്ങിയതാ. പെട്ടെന്നാണ് പടച്ചറബിൻ്റെ ആ വിളി വന്നത്. വിശ്വസിക്കാനാവില്ല ആർക്കും. കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. ചികിത്സാ സഹായം കൈമാറി പുറത്തേക്കിറങ്ങിയതും ഖദീജ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ തന്നെ അടിയന്തര ചികിത്സ നൽകിയെങ്കിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ സഹായം ഏറ്റുവാങ്ങിയ തൻ്റെ കൂട്ടുകാരി രാത്രിയോടെ മരണപ്പെടുകയും ചെയ്തു. എന്താ അല്ലേ? ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും തീരും മരണത്തെക്കുറിച്ച് ചിന്തിക്കണം, ഓരോ ദിവസവും ഓരോ നിമിഷവും. പിന്നെ നമുക്കൊന്നും തോന്നില്ല, നല്ലത് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. പടച്ചറബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ. ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും നടക്കുന്ന നടപ്പിലും ആടുന്ന ആട്ടത്തിലും നമ്മളൊക്കെ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. ചിന്തിക്കേണ്ട വിഷയമാണിത്. പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ നീ ഈമാൻ നിലനിർത്തി തരണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബേ. ചെറിയ മോനാണ് റബ്ബേ പ്രവാസ ലോകത്ത് നിന്നും നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ പൊന്നുമോൻ്റെ ഖബർ നീ വിശാലമാക്കി സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ.
അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബേ. നിന്റെ കാരുണ്യം അവരിൽ ഉണ്ടാകണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെയൊക്കെ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആരും മുഷിപ്പ് തോന്നരുത്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.